അടുത്തതായിട്ട് പ്രഷർ കൺട്രോൾ കൊടുത്തിട്ട് വരക്കണ ഒരു ലീഫാണ് ഇത്. താഴ്ത്തുന്ന പ്രഷർ കുറച്ച് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കൂട്ടുക, എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം എത്തുമ്പോൾ വലിച്ചു കൊടുക്കുക. നമ്മൾ ടിയർ ഡ്രോപ്പ് പഠിച്ചത് മുകളിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ട് താഴത്തേക്ക് വലിച്ചു കൊടുക്കാനാണ്. ഇതെന്ന് പറയുമ്പോൾ താഴത്തുനിന്ന് പ്രഷർ കുറച്ച് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കൂട്ടുക, തുമ്പ് ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ രൂപത്തിലേക്ക് കിട്ടും. ഇത് പല സൈസിലായിട്ട് വരച്ചു പഠിക്കുക. അത് അറബിക് ഹെന്നയിലൊക്കെ ഒരുപാട് കാണും ഈ ലീഫൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് വരക്കാം. ഇതിനുള്ള ഒരു സിമ്പിൾ മെത്തേഡും കൂടിയുണ്ട്. ഈ ലീഫ് വരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടിയർ ഡ്രോപ്പ് പഠിച്ചില്ലേ, ആ ടിയർ ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ടിയർ ഡ്രോപ്പ് ലീവും കൊണ്ടും നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ലീഫ് വരക്കാൻ സാധിക്കും. കണ്ട, ഇതും ചെറുതായിട്ട് വരച്ചിരിക്കണ ടിയർ ഡ്രോപ്പാണ്. അതുകൊണ്ട് വരച്ചിട്ട് മുകളിലേക്ക് ജസ്റ്റ് വലിച്ചു കൊടുക്കണുള്ളൂ. ഏത് തരത്തിലാണ് സിമ്പിളായിട്ട് തോന്നുന്നത് ആ തരത്തിൽ വരച്ച് നോക്കുക. രണ്ടും വരച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരുപോലെയാണ്. ഇത് പ്രഷർ കൊടുത്തിട്ട് മുകളിലേക്ക് വലിക്കണതാണ്. താഴത്തുനിന്ന് പ്രഷർ കുറച്ച് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് പ്രഷർ കൂടുതൽ കൊടുക്കുന്നതാണ്. എന്നിട്ട് തുമ്പ് ഭാഗം എത്തുമ്പോൾ വലിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ലീഫ് വരക്കണത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, എന്നാൽ കാണാനും ഭംഗിയാണ്.